അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഖുർആനിലെ 84-ാമത്തെ അധ്യായം സൂറത്തുൽ ഇൻഷിഖാഖ് എന്ന സൂറത്തിൻ്റെ അർത്ഥവും ആശയവുമാണ് പറയുന്നത്. ഇൻഷിഖാഖ് എന്ന വാക്ക് പൊട്ടിത്തകരുക, പൊട്ടിപ്പിളരുക എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ ഗ്ലാസ്, അതുപോലെ തന്നെ ഈ പളുങ്ക് പാത്രങ്ങൾ, പിഞ്ഞാണ പാത്രങ്ങളൊക്കെ പൊട്ടിത്തകരുമല്ലോ. ആ സമയത്ത് പറയുന്ന ഇൻഷക്ക, പൊട്ടിപ്പിളരുക എന്നുള്ള വാക്ക് വരുന്നത്, അതാണ് അറബിയിലെ പ്രയോഗം. ഇനി എന്തായാലും നമ്മൾ ഖുർആനിലേക്ക് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. ഇദസ്സമാഉ ഇൻഷഖത്, ആകാശം പൊട്ടിപ്പിളരുമ്പോൾ. വഅദിനത് ലിറബ്ബിഹാ, അത് തൻ്റെ റബ്ബിന് കീഴ്പ്പെടുകയും ചെയ്യുമ്പോൾ. വഹുക്കത്ത്, അത് അതിൻ്റെ മേൽ ഹക്കായിരിക്കുന്നു, ബാധ്യതയായിരിക്കുന്നു. എന്ത്? തൻ്റെ റബ്ബിന് കീഴ്പ്പെടുക എന്നത്. ഇദസ്സമാഉ ഇൻഷഖത് വഅദിനത് ലിറബ്ബിഹാ വഹുക്കത്ത്, ആകാശം പൊട്ടിപ്പിളരുകയും തൻ്റെ നാഥന് അത് കീഴ്പ്പെടുകയും. എങ്ങനത്തെ കീഴ്പ്പെടൽ? കീഴ്പ്പെടുക എന്നത് അതിന് ബാധ്യതയാക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ വൈദൽ അർദു മുദ്ദത്ത്, വൈദൽ അർദു ഭൂമിയാക്കപ്പെടുന്ന സമയം, മുദ്ദത്ത് വിശാലമാക്കപ്പെടുമ്പോൾ. വഅൽഖത് മാ ഫീഹാ വതഖല്ലത്, വഅൽഖത് മാ ഫീഹാ, ഭൂമി അതിലുള്ളതിനെയെല്ലാം പുറത്തേക്ക് ഇടുന്നു. വതഖല്ലത്, അവ ഒഴിവാക്കപ്പെടുന്നു. വഅദിനത് ലിറബ്ബിഹാ വഹുക്കത്, വഅദിനത് ലിറബ്ബിഹാ, ഭൂമി തൻ്റെ നാഥന് കീഴ്പ്പെടുന്നു, രക്ഷിതാവിന് കീഴ്പ്പെടുന്നു. എങ്ങനത്തെ കീഴ്പ്പെടൽ? ആ കീഴ്പ്പെടൽ അതിന് ബാധ്യതയാക്കപ്പെട്ടിരിക്കുന്ന കീഴ്പ്പെടൽ കീഴ്പ്പെടുന്നു. ഭൂമി വിശാലമാക്കപ്പെടുകയും അതിലുള്ളവയെ പുറത്തേക്കിടുകയും അവ ഒഴിവാക്കുകയും തൻ്റെ നാഥനത് കീഴ്പ്പെടുകയും. കീഴ്പ്പെടൽ അതിൻ്റെ മേൽ ബാധ്യതയാക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ കീഴ്പ്പെടുകയും ചെയ്യുമ്പോഴാണ് അവസാന നാൾ ആഗതമാവുക എന്നാണ് ഈ ആയത്തിൻ്റെ മൊത്തത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യം. ഇതൊക്കെ അന്ത്യനാളിനോടനുബന്ധിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പരിശുദ്ധ ഖുർആൻ മുൻകൂട്ടി നൽകുന്ന വിവരങ്ങളാണ്. യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖീ. യാ അയ്യുഹൽ ഇൻസാൻ, ഏ മനുഷ്യ, ഇന്നക കാദിഹുൻ, നീ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നവനാണ്, നീ അധ്വാനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. ഇലാ റബ്ബിക, നിന്റെ രക്ഷിതാവിലേക്ക്. കദിഹൻ, അധ്വാനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, അധ്വാനിച്ചു കൊണ്ടേയിരിക്കുന്നു. ഫമുലാക്കി, അങ്ങനെ ആ അധ്വാന ഫലത്തെ നീ കണ്ടെത്തും.
യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖീ. മനുഷ്യ, തീർച്ചയായും നിന്റെ നാഥനെ കണ്ടുമുട്ടുന്നത് വരെ നീ അധ്വാനിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ ആ അധ്വാന ഫലത്തെ നീ കണ്ടെത്തുന്നതാണ്. തൻ്റെ നാഥനെ കണ്ടുമുട്ടുന്നത് വരെ, മരണം വരെ അധ്വാനിക്കാൻ ഓരോ മനുഷ്യനും ബാധ്യസ്ഥനാണ്. നന്മയുടെ മാർഗത്തിൽ അധ്വാനിക്കുന്നവരുണ്ട്, തിന്മയുടെ മാർഗത്തിൽ അധ്വാനിക്കുന്നവരുണ്ട്. അതിൻ്റെ നല്ലതോ ചീത്തയായ പ്രതിഫലം അവൻ കണ്ടെത്തുകയും ചെയ്യും. അതുകൊണ്ട് നന്മയുടെ മാർഗത്തിൽ അധ്വാനിക്കാനാണ് ഓരോരുത്തരും ശ്രമിക്കേണ്ടത് എന്നാണ് ഈ വിശുദ്ധ വചനം നമുക്ക് നൽകുന്ന നിർദ്ദേശം. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി. ഫഅമ്മാമൻ, അപ്പോൾ ഏതെങ്കിലും ഒരുത്തൻ, ഊതിയ കിതാബഹു, അവൻ്റെ കിതാബ് നൽകപ്പെട്ടു, ബിയമീനി, അവൻ്റെ വലം കയ്യിൽ, ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ. ഫസൗഫ യുഹാസബു, പിന്നീട് അവൻ വിചാരണ ചെയ്യപ്പെടും, ഹിസാബൻ യസീറ, വളരെ ലളിതമായ വിചാരണയാണ് അവൻ വിചാരണ ചെയ്യപ്പെടുക. വയങ്കലിബു, അവൻ മടങ്ങിപ്പോകും, ഇലാ അഹ്ലിഹി, അവൻ്റെ കുടുംബത്തിലേക്ക്, മസ്റൂറ, സന്തോഷത്തോടുകൂടി. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ വയൻകലിബു ഇലാ അഹ്ലിഹി മസ്റൂറ. ഈ 7 മുതൽ 9 വരെയുള്ള വചനങ്ങളുടെ അർത്ഥം നമുക്കൊന്നിച്ചിങ്ങനെ ക്രോഡീകരിക്കാം. എന്നാൽ അപ്പോൾ ഏതൊരുത്തിന് 7, അതായത് തൻ്റെ കിതാബ് വലം കയ്യിൽ നൽകപ്പെട്ടുവോ, അവൻ പിന്നീട് ലഘുവായ നിലയ്ക്ക് വിചാരണ ചെയ്യപ്പെടുകയും സന്തുഷ്ടനായിക്കൊണ്ട് തൻ്റെ സ്വന്തക്കാരിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. ഈ 9-ാം ആയത്തോടെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ഭാഗത്ത് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിന് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്. സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.